എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. ഏറ്റവും പുതിയ ഹോണ്ട അമേസിൻ്റെ ജനറേഷൻ 3 വാഹനം ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പാൻ ഇന്ത്യ ലോഞ്ച് ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തും അങ്ങനെ നമ്മുടെ മുത്തൂറ്റ് ഹോണ്ടയിൽ ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും പുതിയ അമേസാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ ലെഗസി നമുക്ക് പരിശോധിക്കുന്നുണ്ട്. 2013 ആദ്യമായിട്ട് ഹോണ്ട അമേസ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. അപ്പം അതിനുശേഷം 2018 അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. ഇപ്പം ഏറ്റവും പുതിയ അമേസ് വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ആളായിട്ടുള്ള ഒരു ചർച്ചകളൊന്നാണ് ഹോണ്ട ഇന്ത്യ വിട്ട് പോകുമോ എന്നുള്ളൊരു ചോദ്യം. നമ്മൾ 2 ആഴ്ച മുമ്പ് അതുപോലെ ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ളൊരു ഉത്തരവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഉടനെ എങ്ങും ഹോണ്ട പോകുന്നില്ല, ഹോണ്ടയ്ക്ക് ഒരുപാട് എസ്റ്റാബ്ലിഷിംഗ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ട്. അങ്ങനെ ഈ ഒരു ലോഞ്ചിൻ്റെ സെറമണിക്കിടയിലും നമുക്ക് അങ്ങനെ ഒരു വാർത്ത കേൾക്കാനായിട്ട് സാധിച്ചു. 2027 ഹോണ്ടയുടെ 3 പുതിയ വാഹനം കൂടെ വരികയാണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യാശ നൽകുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും പുതിയ വാഹനത്തിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നോക്കാം. അപ്പോൾ ഏറ്റവും പുതിയ വാഹനം ഒറ്റയടിക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരു ഹോണ്ട എലിവേറ്റിൻ്റെ ഒരു ഫേസിലേക്ക് ഈ വാഹനം കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ളൊരു വാഹനവും അതുപോലെ തന്നെ സെക്കൻഡ് ജനറേഷനും കണ്ടതിന് ശേഷം തേർഡ് ജനറേഷൻ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീമമായിട്ടുള്ള വ്യത്യാസം ആ ഡിസൈൻ ഫിലോസഫിയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എയ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വാഹനം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വാർത്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ, അതായത് ഈ ഒരു സബ് കോമ്പാക്റ്റ് സെഡാൻ സെഗ്മെൻറ്റിലേക്ക് ആദ്യമായിട്ട് ഒരു കമ്പനി അഡാസ് എന്നുള്ള ഫീച്ചേഴ്സ് അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇതിൻ്റെ റൈവൽസ് ആയിട്ട് നിൽക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ ടിഗോർ, അതുപോലെ തന്നെ ഹുണ്ടൈ ഓറ, പിന്നെ ഉള്ളത് എക്കാലത്തെയും സൂപ്പർ ഹിറ്റായിട്ട് വാഹനമായിട്ടുള്ള ഡിസയറാണ്. അപ്പം ഡിസയറുമായിട്ട് നേരിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വാഹനമാണ് ഡിസയർ. നമുക്ക് അറിയാം ഓൾറെഡി 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാം കേൾക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് മേലെ ഒരു സേഫ്റ്റി ഫീച്ചർ കൊണ്ടുവരണം എന്നുള്ള ഒരു പ്ലാന് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് അഡാസ് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ലെവൽ 2 അഡാസ് ആണ് വരുന്നത്. അതിനകത്ത് തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിങ്, അതുപോലെ തന്നെ ലെയിൻ ഡിപ്പാർച്ചർ, അതുപോലെ എമർജൻസി ബ്രേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് നമ്മൾ ഇതിൻ്റെ ഏറ്റവും പുതിയ ഈ വാഹനത്തെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈനിലേക്ക് നമുക്ക് വരാം. ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള അഡാസ് സിസ്റ്റമാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിനകത്ത് ആ ക്യാമറ യൂണിറ്റ് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അതുപോലെ തന്നെ നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് റെയിൻ സെൻസിങ് ആയിട്ട് വരുന്ന വൈപ്പേഴ്സും കാര്യങ്ങളും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ആ വൈപ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് തന്നെയാണ് ചെക്കേർഡ് ഫ്ലാഗിൻ്റെ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ചെക്കേർഡ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ റേസിൻ്റെ സമയത്ത് നമ്മൾ വീശുന്ന കൊടിക്കാണ് ചെക്കേർഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ആ ഒരു ചെക്കേർഡ് ഫ്ലാഗിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ഗ്രില്ലാണ്. അതും ഒരു ട്രെപ്പസോഡിലായിട്ട് വന്നിരിക്കുന്ന വലിയ ഗ്രിൽസാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഷേപ്പിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന മനോഹരമായിട്ട് ഗ്രില്ലുകൾ. അപ്പോൾ അതിന് ഒരു പ്രീമിയം ടച്ച് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ക്രോമിൻ്റെ ഗാർണിഷും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഒരുപാട് വേരിയൻസിൽ അവൈലബിൾ ആയിരുന്നെങ്കിലും ഇന്നിപ്പം നിലവിൽ നമുക്ക് കിട്ടുന്ന 3 വേരിയൻറ്റിലാണ് VX, ZX, ഇങ്ങനെ 3 വേരിയൻസിലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ZX മാനുവലാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലൈറ്റ്സിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള ലൈറ്റ്സ് ആണ്. നേരത്തെ ഹാലജൻ യൂണിറ്റ്സ് ഒക്കെ ആയിരുന്നു മെയിനായിട്ട് വന്നിരുന്നെങ്കിൽ ഇതിനകത്ത് LED ബൈപോളർ ആയിട്ട് വരുന്ന പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും ബ്യൂട്ടിഫുള്ളി നല്ല മനോഹരമായിട്ടുള്ള ഒരു ചേമ്പേഴ്സിൽ 2 ചേമ്പേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതും അതിനകത്ത് തന്നെ ഒരു ഐസ് ക്യൂബ് ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഓണെ ക്ലോസർ ലുക്ക് നോക്കുകയാണെങ്കിൽ പറയാനുള്ളത്. പിന്നെ ഫോഗ് ലാംപ്സിൻ്റെ പൊസിഷൻസ് അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ LED ഫോഗ് ലാംപ്സ് ആണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഏഡാമ്പിൻ്റെ പോർഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ വളരെ മനോഹരമാണ് ഈ ഒരു നമ്മുടെ ഏറ്റവും പുതിയ ജനറേഷൻ 3 അമേസ് എന്ന് പറയുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഡയമെൻഷനുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് 3995 mm ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിനകത്ത് ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്ന വാഹനത്തിൻ്റെ വീതിയാണ് 1733 mm. കുറച്ചും കൂടെ വീതി ഈ വാഹനത്തിനകത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈ ലോഞ്ചിൻ്റെ സെറമണിയിൽ അവർ പറയുന്ന 3 പേർക്ക് നമുക്ക് നെഞ്ച് വിരിച്ച് പുറകിലത്തെ സീറ്റിൽ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ക്യാബിൻ്റെ സ്പേസും നമുക്ക് ഏകദേശം കൂടുതൽ തന്നെയാണ്. മൊത്തം ഒരു വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2470 mm ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് കാഴ്ചകൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു അലോയ് വീൽസാണ്. ഡയമണ്ട് കട്ടായിട്ട് വരുന്ന അലോയ് വീൽസാണ്. R16 സൈസ് വരുന്നത്. അപ്പം അത് നല്ല മനോഹരമായിട്ടുള്ള ഒരു അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വീതിയേറിയ ഫെൻഡേഴ്സൊക്കെ വാഹനത്തിന് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ORVMലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പവേഡായിട്ട് വരുന്ന ORVM ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനടിയിൽ നമുക്കൊരു ക്യാമറ കാണാം. ആക്ച്വലി അത് 360 ഡിഗ്രി ക്യാമറയല്ല. ഈ വാഹനത്തിനകത്ത് 360 ഡിഗ്രി ഇല്ല. അതിന് പകരം ലെയിൻ ഡിപ്പാർച്ചറിന് വേണ്ടിയുള്ളൊരു ക്യാമറ ഈ വാഹനത്തിനകത്ത് ഇൻറ്റഗ്രേറ്റ് ഉണ്ട്. 2 വശത്തും മിറേഴ്സിലും ഒക്കെ ആ ഒരു ക്യാമറാസ് നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമുക്കിവിടെ ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്ന ഒരു പില്ലറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വാഹനം നമുക്ക് 6 കളേഴ്സിലാണ് കിട്ടുന്നത്. നേരത്തെ 5 കളറായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുതിയ കളറാണ് കേട്ടോ.
പേൾ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു വെറൈറ്റി കളറായിരുന്നു. കാരണം നമ്മൾ അമേസ് കൂടുതലായിട്ട് കാണുന്നത് കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക സിൽവർ അല്ലെങ്കിൽ റെഡ് കളറിലൊക്കെ ആയിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ ഗ്രേ ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുള്ള കളേഴ്സ് ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ശ്രേണിയിലേക്ക് ബ്ലൂ കളേഴ്സും കൂടെ വരാൻ പോകുക എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു വശത്തേക്ക് രണ്ട് ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാം, റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്ക് വശത്തേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ടയർസിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കാണാൻ പറ്റും. ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കിൽ ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഒരു പെട്രോളിൻ്റെ ഫ്യൂൽ ടാങ്കിൽ ലിഡ് ഇവിടെയാണ് വരുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിനകത്ത് നമുക്കൊരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്ന എഞ്ചിനാണ് ഐ വി ടെക്. ഓൾറെഡി എഞ്ചിൻ നിലനിർത്തിയിട്ടുണ്ട്. ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് പ്രൊഫൈൽ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു എൽ ഷേപ്പിൽ വരുന്ന ഒരു ബാക്ക് ലൈറ്റ്സിനാണ് കൊടുത്തിരിക്കുന്നത്. LED ആണ് വരുന്നത്. അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് ആ വാഹനത്തിനകത്തുള്ളത്. അമേസ് എന്നുള്ള റൈറ്റിംഗ് നമുക്ക് ഇവിടെ കാണാം. ഹോണ്ടയുടെ ലോഗോസ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഐ വി ടെക് ആ എഞ്ചിൻ ഓൾറെഡി നമുക്കറിയാം ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഐ വി ടെക്. അത് നമുക്ക് കാണാൻ പറ്റും. ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് 461 ലിറ്ററിൻ്റെ വലിയ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്തുള്ളത്. കണ്ടോ, ഇഷ്ടം പോലെ ഇടയാണ് ഈ വാഹനത്തിനകത്ത്. ഒത്തിരി ബൂട്ട് സ്പേസ് നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. താഴോട്ട് വരുമ്പോൾ നമുക്ക് സ്പെയർ വീൽ നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റീൽ വീൽസാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബാക്കിൽ നിന്നുള്ള പ്രൊഫൈലിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. റിയർ ആയിട്ട് വരുമ്പോൾ റിവേഴ്സിനുള്ള സെൻസേഴ്സ് ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ വാഹനത്തിന് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ബ്ലാക്കിൻ്റെയും ബേജിൻ്റെയും കോമ്പിനേഷനുള്ള ഒരു ഡ്യുവൽ ടോൺ കളേഴ്സിലാണ് ഇൻറ്റീരിയേഴ്സ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ഒക്കെയാണ് ഈ ഡോർ പാനലിലേക്കൊക്കെ വരുന്ന സമയത്ത് കൊടുത്തിരിക്കുന്നത്. ഡോർസിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ മിറേഴ്സിൻ്റെ കൺട്രോളൊക്കെയാണ് അവിടെ വരുന്നത്. പവർ വിൻഡോസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഡ്രൈവറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ആൻറ്റി പിഞ്ചബിൾ ആയിട്ട് വരുന്ന പവർ വിൻഡോസും ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി ബാക്കിയുള്ളൊരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും പുതിയ അമേസിൻ്റെ ജനറേഷൻ 3യുടെ ഇൻറ്റീരിയറിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിവിടെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഹോണ്ട കണക്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ആൻഡ്രോയിഡും അതുപോലെ ആപ്പിൾ കാർപ്ലേ ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹോണ്ടയുടെ ഈ കണക്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ 5 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഏകദേശം ഫ്രീ ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കൊരു TFT കളേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആ ഒരു ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു അനലോഗ് ടൈപ്പ് ഡിസ്പ്ലേയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഡിസ്പ്ലേ ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചസും ഭാഗങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോർമലായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ലെതർ റാപ്ഡ് എന്നുള്ള പറയുന്ന ഒരു സ്റ്റിയറിംഗ്സ് ഒന്നുമല്ല. നോർമലി റബ്ബർ പാഡഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗാണ്. പക്ഷേ ഇതിനകത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന മീഡിയ കൺട്രോളുകളും റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നതാണ് ADASൻ്റെ ഫീച്ചേഴ്സിന് വേണ്ടിയുള്ള കൺട്രോൾസുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC ആണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എനിക്ക് വയർലെസ് ചാർജിങ് യൂണിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് വയർലെസ് ചാർജിങ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 12 വോട്ടിൻ്റെ ഒരു പവർ ഔട്ട്ലെറ്റും USB ചാർജേഴ്സും ഒക്കെ ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് 2 കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷനാണ് 5 സ്പീഡ് മാനുവലാണ് ഈ വാഹനം. ടോപ്പ് എൻഡ് ആണെങ്കിലും ഇതിൻ്റെ 5 സ്പീഡ് മാനുവലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു CVT ഗിയർ ബോക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 2 ഓപ്ഷൻസിൽ നമുക്ക് ഗിയർ ഓപ്ഷൻസിൽ നമുക്ക് വാഹനം നമുക്ക് ലഭിക്കും. ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം. അപ്പം ഈ ഒരു ഡാഷ്ബോർഡ് ഏരിയയെക്കുറിച്ച് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഡേ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാനുവലിയാണ്. അപ്പോൾ ഈ ഒരു IRVM നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. 2 സൺവൈസേഴ്സ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതാണ്. 2-നകത്തും ആൻറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇവിടെ വരുന്ന സമയത്തേക്ക് നമുക്ക് നോർമലായിട്ടുള്ള ബൾബായിട്ട് വരുന്ന 2 റീഡിംഗ് ലാംപ്സ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചകൾ എന്ന് പറയാം. സെക്കൻഡ് റോയിലേക്ക് പോകുന്നതിന് മുമ്പ് വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഈ വാഹനത്തിനകത്ത് 6 എയർ ബാഗുകളാണ് വരുന്നത്. ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കകത്ത് 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വേണമെന്നുള്ളതാണ്. 6 എയർ ബാഗ്, ABS, EBD അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഹിൽ ഹോൾഡ് അസിസ്റ്റുകൾ, ചൈൽഡ് സീറ്റ്, അതുപോലെ ഫിക്സുകളൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ സുരക്ഷയെ അവർ റീഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ACE എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനകത്ത് ഏകദേശം 40% അധികം സ്ട്രെങ്തുള്ള സ്റ്റീലുകളും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡ് ഏരിയയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പിൻ സീറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത പറയാം. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുകളുള്ള സീറ്റുകളാണ്. നമുക്ക് പിന്നെ അത്യാവശ്യം ലെഗ് സ്പേസ് നല്ല രീതിയിലുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂമുകളുണ്ട്. അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് നേരത്തെ അമേസിനകത്ത് ബാക്ക് സൈഡിൽ നമുക്ക് AC യുടെ വെൻറ്റുകൾ ഉണ്ടായിരുന്നില്ല.
ഇപ്പോൾ ഇതിനകത്ത് എ സിയുടെ വെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്കവിടെ കാണാം. അത് നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റും. അതുപോലെ നമുക്കൊരു പവർ ഔട്ട്ലെറ്റിൻ്റെ സോക്കറ്റ് ഉണ്ട്, ലൈക്ക് നമുക്ക് ഫോണിൻ്റെ ചാർജേഴ്സ് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും സംവിധാനങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 3 ഹെഡ് റെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ 3 പേര് ഇരിക്കുന്ന സമയത്ത് വലിയൊരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ കൈ വെച്ച് നമുക്ക് ഡീസൻ്റായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. 2 കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 പേർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. 3 എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ഒരാളെ ആയിരിക്കും ഏറ്റവും ആപ്റ്റ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു ഡെക്റ്റ് ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് 3 നീളമുള്ള ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും മെയിനായിട്ട് ഇത് വരിക എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാക്കിലെ കാഴ്ചകളെന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാം. നമ്മളിനി സംസാരിക്കാൻ പോകുന്ന ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. അപ്പം ഹോണ്ട അവർ നിലവിലുണ്ടായിരുന്ന എഞ്ചിൻ തന്നെ നിലനിർത്തി എന്നുള്ളതാണ്. അമേസിലുണ്ടായിരുന്ന എഞ്ചിൻ തന്നെ, അതായത് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്ന അതേ എഞ്ചിൻ, IV ടാങ്ക് എഞ്ചിൻ തന്നെയാണുള്ളത്. പക്ഷേ 4 സിലിണ്ടറാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. അതുപോലെ SOHC ആണ്, വാട്ടർ കൂൾഡ് ആയിട്ടാണ് വരുന്നത്. 1199 cc ആണ് വാഹനം വരുന്നത്. അതുപോലെ പവർ ഫിഗേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 90 HP 110 Nm ടോർക്കുമാണ് വാഹനം ഡെലിവർ ചെയ്യുന്നത്. ചെറിയൊരു ദുഃഖസത്യം എന്ന് പറയുന്നത് ഡീസൽ ഉണ്ടായിരുന്നത് ഈ സെഗ്മെൻറ്റിൽ വളരെ കുറച്ച് വാഹനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ മൈലേജിൻ്റെ ഫിഗേഴ്സിൽ അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാനുവലിലേക്ക് വരുന്ന സമയത്ത് 18.64, നമ്മുടെ CVT വരുമ്പോൾ 19.45 ഇതിൻ്റെ മൈലേജ് ഈ ഫിഗേഴ്സ് ഈ വാഹനത്തിനകത്ത് ഇവർ പറയുന്നത്. അപ്പോൾ ഹോണ്ടയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാറണ്ടി ഫിഗേഴ്സ് ഭയങ്കര ശ്രദ്ധയുടെ കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാറണ്ടി കൊടുക്കുന്ന കമ്പനികളിലൊന്നാണ്. കാരണം നമുക്ക് 10 വർഷം വരെ നമുക്ക് വാറണ്ടി കിട്ടുന്നുള്ളൂ. അതായത് 7 years വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ അഡീഷണലി നമുക്കൊരു 3 വർഷം കൊണ്ട് നമുക്ക് വാറണ്ടി നമുക്ക് ഈ വാഹനത്തിനകത്ത് ലഭിക്കും. അപ്പം വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ലെഗസി ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന, ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഈ ഹോണ്ടയുടെ ഏറ്റവും പുതിയ 3rd ജനറേഷൻ ആയിട്ടുള്ള ഈ അമേസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ട്രിവാൻഡ്രത്തും കൊല്ലത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഡീലർ എന്ന് പറയുന്നത് മുത്തൂറ്റാണ്. നേരിട്ട് വന്നാൽ മതി. നമുക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ്സ് ഉള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഡീലർഷിപ്പുകളിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഡീലർമാരിലൊന്നാണ് മുത്തൂറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനൊക്കെ അത്രയും ടോപ്പാണ്. അപ്പം ഇവരുടെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്ക്. ഈ വാഹനങ്ങൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ 45 ദിവസത്തേക്കുള്ള ഇൻട്രഡക്ടറി ആയിട്ടുള്ള പ്രൈസ് വന്നിട്ടുണ്ട്. 7,99,000 രൂപയ്ക്കാണ് ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9,89,000 രൂപയ്ക്കാണ് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കോമ്പറ്റീറ്റീവ് പ്രൈസിൽ തന്നെയാണ് ഇത്രയും ഫീച്ചേഴ്സ് വരുന്നത്. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന സമയത്ത് ഒരു 12 ലക്ഷത്തി ചില്ലറ രൂപയ്ക്ക് നമുക്ക് അഡാസ് ഉള്ള വാഹനം നമുക്ക് പുറത്തിറങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ എക്സാക്റ്റ് ഉള്ള പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പേഴ്സിലേക്ക് ഞാൻ കൊടുത്തേക്കാം. ബുക്കിംഗ്സ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാഹനം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഇഷ്ടമായിട്ട് നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും. ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് രൂപത്തിൽ എഴുതുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോമേഷ് ഷോ.